Kerala Reader English Class 4 Unit 3 The Colorful Treasure എന്ന ഫസ്റ്റ് ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ പാഠത്തിന്റെ ഹെഡിങ് ദ കളർഫുൾ ട്രഷർ, അതായത് വർണ്ണപ്പകിട്ടായ നിധി. അതിന്റെ സബ് ഹെഡിങ് ടീയേഴ്സ് ആൻഡ് ജോയ്. നമുക്ക് വായിക്കാം. ഇൻ എ ഫാർ അവേ വില്ലേജ് ചിൽഡ്രൻ നെവർ വെന്റ് ടു സ്കൂൾസ്. വളരെ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ കുട്ടികൾ സ്കൂളിൽ പോയിരുന്നില്ല. ദേ ഓൾവേസ് വാണ്ടേർഡ് ഹിയർ ആൻഡ് ദെയർ. അവരെപ്പോഴും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് നടന്നിരുന്നു. അത് വാണ്ടേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാം. ദേ ലിവ്ഡ് ക്ലോസ് ടു എ ഗാർബേജ് ഡംപ്. അതായത് സിറ്റിയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വേസ്റ്റ് കൊണ്ട് കൊട്ടിക്കളയുന്ന ഒരു സ്ഥലത്തിന്റെ അടുത്താണ് ഈ കുട്ടികളൊക്കെ താമസിച്ചിരുന്നത്. ബ്രൈറ്റ് കളേഴ്സ് പീക്ഡ് ഔട്ട് ഫ്രം ദ ത്രാഷ്. ത്രാഷ് എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റിൽ നിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്, അതായത് കുപ്പീൻ്റെയോ പേപ്പറിൻ്റെയോ തുണീൻ്റെയോ എന്തെന്നായാലും നല്ല ബ്രൈറ്റ് കളേഴ്സ് ഇങ്ങനെ പീക്ഡ് ഔട്ട്, അതായത് എടുത്ത് കാണുന്നുണ്ടായിരുന്നു. ക്രംബിൾഡ് പേപ്പേഴ്സ്, അതായത് ചുരുട്ടിക്കൂട്ടിയ കടലാസുകൾ ഉണ്ടായിരുന്നു. ഷൈനി ബോട്ടിൽസ്, നല്ല തിളങ്ങുന്ന കുപ്പികൾ ഉണ്ടായിരുന്നു. ആൻഡ് ടാഡഡ് ക്ലോത്ത്സ് സ്കാറ്റേഡ് എവരിവെയർ. ടാഡഡ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ കീറിപ്പറഞ്ഞ തുണികൾ അവിടെ ഇവിടെയൊക്കെ സ്കാറ്റേഡ്, അതായത് ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. ദ ചിൽഡ്രൻസ് ലാഫ്റ്റർ റാങ് ലൈക്ക് ബെൽസ് എമിറ്റ്സ് ദ ഗാർബേജ്. എമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇടയിൽ. ഓക്കെ, അപ്പോൾ ഈ ഗാർബേജിന്റെ ഈ കൂമ്പാരത്തിന്റെ ഇടയിൽ ഈ കുട്ടികളുടെ ചിരി മണി പോലെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ബട്ട് എ സാഡ്നെസ് ലിംഗേർഡ് ഇൻ ദ ഹാർട്ട്സ്. ലിംഗേർഡ് എന്ന് പറഞ്ഞാൽ തങ്ങി നിൽക്കുക. അപ്പം ഇവരുടെ ഹൃദയത്തിലൊക്കെ ഒരു ദുഃഖം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാ ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ, സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ദൂരപ്രദേശത്തു നിന്നൊക്കെ കൊണ്ടുപോയി പൊട്ടിക്കളഞ്ഞ് ആ മാലിന്യ കൂമ്പാരത്തിൽ കുട്ടികൾ സ്കൂളിൽ പോകാതെ ഇരുന്ന് എന്തൊക്കെയോ തെരഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. അടുത്ത സബ് ഹെഡിങ് എ തേഴ്സ്റ്റ് ടു റീഡ്. തേഴ്സ്റ്റ് ടു റീഡ് എന്ന് പറഞ്ഞാൽ വായനയ്ക്കുള്ള അല്ലെങ്കിൽ വായിക്കാനുള്ള അതിയായ മോഹം. എവറി മോർണിംഗ് ദ ചിൽഡ്രൻ സോ അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ്. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഈ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന കുട്ടികൾ മറ്റ് ചില കുട്ടികൾ സ്കൂളിലേക്ക് ബസ്സിൽ പോകുന്നതായിട്ട് കണ്ടു. ദേ വോർ ക്ലീൻ ആൻഡ് അയൺഡ് യൂണിഫോം. അവർ വളരെ വൃത്തിയുള്ള ഇസ്തിരിയിട്ട യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത്. സം ഓഫ് ദം വെർ റീഡിംഗ് ബുക്സ് ആൻഡ് ദേ നെവർ കെയർഡ് ഫോർ ദീസ് പുവർ ചിൽഡ്രൻ. അതിലിരിക്കുന്ന ചില കുട്ടികളൊക്കെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സാധു കുട്ടികളെയൊന്നും കെയർ ചെയ്തില്ല, ഒന്നും മൈൻഡ് ചെയ്തില്ല. ദ ചിൽഡ്രൻ ലുക്ഡ് ക്യൂരിയസ്ലി അറ്റ് ദം. അപ്പം ഈ പാവം കുട്ടികള് ആ ബസ്സിലിരിക്കുന്ന കുട്ടികളെ വളരെ കൗതുകത്തോടെ നോക്കി. ക്യൂരിയസ്ലി എന്ന് പറഞ്ഞാൽ കൗതുകത്തോടെ നോക്കി. ദേ ക്ലച്ച്ഡ് ദ ക്രംബിൾഡ് പീസസ് ഓഫ് പേപ്പർ ദേ ഗോട്ട് ഫ്രം ദ ഗാർബേജ്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഈ സാധു കുട്ടികൾ ഈ വേസ്റ്റിൽ നിന്ന് കിട്ടിയ ചുരുട്ടിക്കൂട്ടിയ കടലാസൊക്കെ എടുത്ത് പിടിച്ചു. അത് ക്ലച്ച്ഡ് എന്ന് പറഞ്ഞാൽ പിടിക്കാന്നർത്ഥം. സം ഓഫ് ദം ഇമിറ്റേറ്റഡ് ദ അതർ ചിൽഡ്രൻ റീഡിങ്. അപ്പൊ ഈ ബസ്സിലിരുന്ന് വായിക്കുന്ന കുട്ടികൾ ചിലത് വായിക്കുകയായിരുന്നല്ലോ, ആ വായിക്കുന്ന പോലെ തന്നെ ഇവരും ആക്ട് ചെയ്തു. ഇമിറ്റേറ്റഡ് എന്ന് പറയാൻ ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വേസ്റ്റ് പേപ്പർ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ അതും നോക്കി ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ അകത്ത് തന്നെ വായിക്കാനൊന്നും അറിയില്ല ഇവർക്ക്, പക്ഷെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തു, അതുപോലെ അഭിനയിച്ചു. ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ അതാ ബസ്സിൽ പോകുന്നു, ചിലരൊക്കെ പുസ്തകം വായിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ഈ പാവം കുട്ടികൾ വേസ്റ്റിൽ നിന്ന് കിട്ടിയ പേപ്പറൊക്കെ കൈ പിടിച്ചിട്ട് വായിച്ചിട്ടൊക്കെ അങ്ങനെ അവർ ചെയ്യുന്ന പോലത്തെ ഒക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. അടുത്ത സബ് ഹെഡിങ് ദ ഹിഡൻ ട്രഷർ, മറഞ്ഞിരിക്കുന്ന നിധി. വൺ ഡേ എ വുമൻ കേം ദർ. ഒരു ദിവസം ഇവരുടെ ഗ്രാമത്തിൽ ഒരു സ്ത്രീ വന്നു. ഷി വോർ എ റെഡ് ദുപ്പട്ട ഓവർ എ വൈറ്റ് കുർത്ത. അവരുടെ വേഷം വെള്ള കുർത്തന്റെ മേലെ ചുവന്ന ദുപ്പട്ടയായിരുന്നു. ദ ചിൽഡ്രൻ ഹാഡ് നെവർ സീൻ ഹെർ ബിഫോർ. ഇതിനു മുമ്പേ ഈ സ്ത്രീനെ കുട്ടികൾ കണ്ടിരുന്നില്ല. ദേ ലുക്ഡ് അറ്റ് ഹെർ ഇൻ വണ്ടർ. അതുകൊണ്ട് വളരെ ആശ്ചര്യത്തോടു കൂടെയാണ് ഈ കുട്ടികൾ അവരെ നോക്കിയത്. ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. ആ സ്ത്രീ ഈ കുട്ടികളോടൊക്കെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ക്യാൻ ഐ സിറ്റ് ഹിയർ ഫോർ എ വൈൽ? ഞാൻ ഇവിടെ കുറച്ച് നേരത്തേക്ക് ഇരുന്നോട്ടെ. ഷീ ആസ്ക്ഡ് ദ ചിൽഡ്രൻ ആൻഡ് സാറ്റ് ഓൺ എ ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ. അങ്ങനെ ചോദിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പൊട്ടിയ പ്ലാസ്റ്റിക് പാത്രത്തിന്റെ മേലെ, ക്യാൻ എന്ന് പറഞ്ഞാൽ ഡബ്ബ, അങ്ങനത്തെ ഒരു
വലിയ പ്ലാസ്റ്റിക് ക്യാൻ്റെ മേലെ ഇരുന്നു. ദ ചിൽഡ്രൻ were confused and looked at each other. അപ്പോൾ ഈ കുട്ടികൾക്ക് ആകെ കൺഫ്യൂഷനായി. ഇതാരാണ്? ഇതുവരെ കാണാത്തൊരു സ്ത്രീ ഇവിടെ നമ്മളോട് ചിരിക്കുന്നു, ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ട് ഈ കുട്ടികൾ തമ്മിൽ അങ്ങനെ നോക്കുകയാണ്. ഷീ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് സംതിങ്. ആ സമയത്ത് ഇവർ കൊണ്ടുവന്ന ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് തുറന്നിട്ട് എന്തോ ഒരു സാധനം പുറത്തേക്ക് എടുത്തു. ഇതാ ഇവിടെ നിങ്ങൾ ഈ ചിത്രം കാണുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ വായിച്ചതുപോലെയാണ് ഈ ചിത്രം. കണ്ടില്ലേ? സ്ത്രീ വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് ക്യാൻ്റെ മേലെ. അവരുടെ വേഷം വെള്ള കുർത്ത, ചുവപ്പ് ദുപ്പട്ട. കുട്ടികളൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കുകയാണ് എന്താണെന്ന്. അവരവരുടെ ബാഗിൽ നിന്ന് എന്തോ പുറത്തെടുക്കുന്നു. അടുത്ത പാരഗ്രാഫിന്റെ സബ്ഹെഡിങ് വി ടു ഹാവ് നെയിംസ്. ഞങ്ങൾക്കും പേരുകളുണ്ട്. ദ ചിൽഡ്രൻ വെർ ക്യൂരിയസ് ആൻഡ് ഇൻച്ച്ഡ് ക്ലോസർ. ഈ കുട്ടികളൊക്കെ വളരെ കൗതുകത്തോടുകൂടെ ഇൻച്ച്ഡ് ക്ലോസർ, മെല്ലെ മെല്ലെ അടുത്തേക്ക് വന്നു. ദേ വെർ ഈഗർ ടു ഡിസ്കവർ ദ ട്രഷേഴ്സ് ഹിഡൻ ഇൻ ഹെർ ബാഗ്. ഈ കുട്ടികൾക്കൊക്കെ ഇവരുടെ ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ നിധി എന്താണെന്ന് അറിയാനായിട്ട് അതിയായ ആഗ്രഹമുണ്ടായി. The woman revealed a collection of vibrant books including deep blues, bright yellows and rich reds. അപ്പോൾ ഈ സ്ത്രീ ഇവരുടെ ബാഗിൽ നിന്ന് നല്ല കളർഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ പുറത്തെടുത്തു. നല്ല നീല നിറം, യെല്ലോ, നല്ല ബ്രൈറ്റ് മഞ്ഞ നിറം, നല്ല ചുവപ്പ് നിറം, ഇങ്ങനത്തെ നിറങ്ങളുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ പുറത്തെടുത്തു. റിവീൽഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കാണിച്ചു. ഷീ സ്മൈൽഡ് അറ്റ് ദം. എന്നിട്ട് അവരെ നോക്കി ചിരിച്ചു. ടെൽ മീ യുവർ സ്വീറ്റ് നെയിംസ്. നിങ്ങളുടെയൊക്കെ പേരുകളൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. അപ്പോൾ ഇത് കേട്ടിട്ട് ഈ കുട്ടികൾ തമ്മിൽ നോക്കി. അതിന്റെ കാരണം എന്താ? ടിൽ ദെൻ നോബഡി ഹാഡ് ആസ്ക്ഡ് ഫോർ ദെയർ നെയിംസ്. ഇന്ന് വരെയും ഈ കുട്ടികളുടെ പേരെന്താന്ന് ആരും ചോദിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് വളരെ അതിശയം തോന്നി ഇങ്ങനെ ഒരാൾ ചോദിച്ചപ്പോൾ. എന്നിട്ട് അവര് പറഞ്ഞു മുത്തു, നിന്നു, താജു എന്നൊക്കെ പറഞ്ഞു. ഹെസിറ്റന്റ്ലി ദേ അറ്റേർഡ് ദേ നെയിംസ്. അങ്ങനെയാ പറയുന്നത്. ഹെസിറ്റന്റ്ലി, വളരെ സംശയത്തോടു കൂടെയാണ് അവര് അറ്റേർഡ് എന്ന് പറഞ്ഞാൽ പറയുക, അവരുടെ പേരുകൾ പറഞ്ഞത്. ദേ വാണ്ടഡ് ടു നോ ഹെർ നെയിം. അപ്പം ഈ കുട്ടികൾക്ക് ഈ സ്ത്രീന്റെ പേരറിയണം. Their eyes were asking for it. അപ്പൊ ഇവർക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, ചോദിക്കാൻ അറിയുന്ന, പക്ഷെ അവരുടെ ആ നോട്ടത്തിൽ നിന്ന് അങ്ങനെ ആ സ്ത്രീക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, കോൾ മീ ദീദി. ദ വുമൺ സെഡ് പ്ലസന്റ്ലി. വളരെ സന്തോഷത്തോടുകൂടെ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ദീദി എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചു മനസ്സിലാക്കിയതുപോലെ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു ചിത്രമാണിത്. ദീദി അതാ കുറേ ബുക്സൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. അതൊക്കെ കണ്ടിട്ട് കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമാവുന്നതായിട്ട് കാണാം. അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത പാരഗ്രാഫിന്റെ സബ് ഹെഡിങ് വേൾഡ് ഓഫ് വണ്ടേഴ്സ്, അതായത് അത്ഭുതങ്ങളുടെ ലോകം. വായിക്കാം. ദീസ് ബുക്സ് ആർ ഫോർ യു സെഡ് ദീദി. അപ്പം ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്കുള്ളതാണെന്ന് ദീദി അവരോട് പറഞ്ഞു. ഫോർ അസ് എക്സ്ക്ലെയിംഡ് നീനു. അതായത് എക്സ്ക്ലെയിംഡ് എന്ന വാക്കിന്റെ അർത്ഥം വളരെ ഉച്ചത്തിൽ ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ അത്ഭുതത്തോടെ ചോദിക്കുക. അപ്പൊ അങ്ങനെ നീനു ചോദിച്ചു, ഇത് ഞങ്ങൾക്കുള്ളതാണോ? ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് വൺ അനദർ. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ കുട്ടികളൊക്കെ തമ്മിൽ നോക്കി. ദേ ബിഗാൻ ടു ടേൺ ദ പേജസ്. അങ്ങനെ കിട്ടിയ പുസ്തകങ്ങളുടെ പേജുകളൊക്കെ മറിച്ചിട്ട് നോക്കാൻ തുടങ്ങി. ആഫ്റ്റർ സം ടൈം ദീദി സെഡ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ദീദി പറഞ്ഞു, ഓ ഡിയേഴ്സ്, ഇറ്റ്സ് ടൈം ഫോർ മീ ടു ലീവ്. ഓ പ്രിയ മക്കളെ, എനിക്ക് പോകാനുള്ള സമയമായി. സി യു ദീദി. അപ്പം കുട്ടികൾ പറഞ്ഞ് ഓക്കെ, നമുക്ക് കാണാം. സി യു ടുമോറോ ദീദി സെഡ് ആൻഡ് വേവ്ഡ് അറ്റ് ദം. അപ്പം നാളെ കാണാം എന്ന് ദീദി അവരോട് പറഞ്ഞു. അവരോട് കൈയോട് ബായ് പറഞ്ഞു. ദ ചിൽഡ്രൻ വേവ്ഡ് ബാക്ക്. അങ്ങനെ കുട്ടികളും തിരിച്ച് ദീദിനോട് ബായ് പറഞ്ഞു. ദേ ഡിഡ് നോട്ട് വിങ്ക് ദ ഐസ് ടിൽ ദ റെഡ് ദുപ്പട്ട ഡിസപ്പിയർഡ്. അങ്ങനെ ദീദി ദൂരെ പോയി മറയുന്നത് വരെ ആ കുട്ടികൾ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു. അതാ ഡിഡ് നോട്ട് വിങ്ക് ദ ഐസ്. വിങ്ക് എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു. ദ ചിൽഡ്രൻ ടുക്ക് ദ ബുക്സ്. അങ്ങനെ ദീദി പോയി. അതിനുശേഷം കുട്ടികൾ വീണ്ടും വന്ന് ആ പുസ്തകങ്ങളൊക്കെ എടുത്തു. ഈച്ച് ബുക്ക് വാസ് ഫിൽഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇലുസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വണ്ടർഫുൾ സ്റ്റോറീസ് എന്ന് പറയുന്നത് എന്താണ്? അത്ഭുതകരമായ കഥകൾ. ആൻഡ് ബ്യൂട്ടിഫുൾ ഇലുസ്ട്രേഷൻസ്, അതായത് മനോഹരമായ ചിത്രീകരണങ്ങൾ, ആ ചിത്രങ്ങളോട് കൂടിയുള്ള ബുക്കാണത്. ദേ വർ നോട്ട് ഏബിൾ ടു റീഡ് ദ സ്റ്റോറീസ്. ആ കഥകളൊന്നും അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല.
ബട്ട് ദേ ഇമാജിൻഡ് സം സ്റ്റോറീസ് ബൈ ലുക്കിംഗ് അറ്റ് ദ പിക്ചേഴ്സ്. ആ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് അവര് അതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറെ കഥകൾ അവർ മനസ്സിൽ വിചാരിച്ച് മെനഞ്ഞെടുത്തു. നമ്മളിവിടെ വായിച്ച പാരഗ്രാഫിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ചിത്രം ഇവിടെ കാണാം. കുട്ടികളൊക്കെ പുസ്തകങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ്, കഥകൾ ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുകയാണ്. ദീദി ഇതാ പോകുന്നുണ്ട്, കണ്ടോ? ഓക്കെ, അടുത്ത പാരഗ്രാഫിന്റെ സബ് ഹെഡിങ് ആർ ദീദി. ദീദി ഒരു ഹിന്ദി വാക്കാണ്. അതിന്റെ അർത്ഥം ചേച്ചി, മൂത്ത ചേച്ചി എന്നർത്ഥം മലയാളത്തിൽ. ദീദി ബിഗാൻ ടു കം എവറി ഡേ. അങ്ങനെ ദീദി എല്ലാ ദിവസവും വരാൻ തുടങ്ങി. They sat with her and listened to the stories. അങ്ങനെ ദീദി അവർക്ക് വേണ്ടി കഥകൾ പറയാൻ തുടങ്ങി. അവരെ കൂടെ ഇരുന്നിട്ട് എല്ലാവരും അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. Wow, what fantastic tales ദീദി read out to them. അങ്ങനെ അതിമനോഹരമായ കഥകളാണ് ദീദി അവർക്ക് വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങിയത്. Slowly they began to recognize letters and words. അങ്ങനെ പതുക്കെ പതുക്കെ അവര് അക്ഷരങ്ങളും വാക്കുകളും മനസ്സിലാക്കാൻ തുടങ്ങി. Before long they were reading stories too. അങ്ങനെ അധികം താമസിച്ചില്ല, അവര് കഥകൾ വായിക്കാൻ തുടങ്ങി. They began to love their ദീദി deeply. ഇവിടെ ഡീപ്ലി എന്നൊരു വാക്ക് കാണാം. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ആഴത്തിൽ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ സ്നേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ അധികമായിട്ട് സ്നേഹിച്ചു. അത് ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ അർത്ഥം വരിക. ഓക്കെ, ഡീപ്ലി എന്ന അർത്ഥം അങ്ങനെ വരിക. They decided to decorate ദീദി's seat. അങ്ങനെ ദീദി വന്ന് ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, ആ സ്ഥലം, അവിടെയൊക്കെ ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇവർ തീരുമാനിച്ചു. They bought a chair, a piece of carpet and some curtains. അങ്ങനെ കുട്ടികൾ ഒരു കസാല കൊണ്ടുവന്നു, ഒരു കഷ്ണം കാർപ്പറ്റ് കൊണ്ടുവന്നു, പിന്നെ കുറച്ച് കേർട്ടൻസ് ഒക്കെ കൊണ്ടുവന്നു. By now ദീദി's space looked lovely. ഇപ്പം അതെല്ലാം വെച്ച് റെഡിയാക്കിയപ്പോൾ ദീദി വന്നിരിക്കുന്ന ആ സ്ഥലം വളരെ മനോഹരമായിട്ട് കാണപ്പെട്ടു. But ദീദി did not come. പക്ഷേ ദീദി വന്നില്ല. The next day too she did not come. അതിന്റെ അടുത്ത ദിവസവും ദീദി വന്നില്ല. The children were worried. അപ്പൊ കുട്ടികൾക്കൊക്കെ വളരെ വിഷമമായി തുടങ്ങി. Yet they continued to wait. പക്ഷെ എന്നാലും ഈ കുട്ടികൾ ദീദിക്ക് വേണ്ടി കാത്തിരുന്നു. But she didn't come. പക്ഷേ ദീദി വന്നില്ല. ഇതാ ഇവിടെ ഈ ചിത്രം കണ്ടോ? അവർ കൊണ്ടുവന്ന കേർട്ടൻസും ആ കാർപ്പറ്റും പിന്നെ ആ കസേലയൊക്കെ ഇട്ട് ദീദിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലമാണിത്. പക്ഷെ ഇവിടെ ഈ ചിത്രത്തില് ദീദി വന്നിരുന്ന് അവരെ പഠിപ്പിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ വായിച്ചത് ദീദി വന്നില്ല എന്നാണ്. നമ്മൾക്ക് മുന്നോട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അടുത്ത പാരഗ്രാഫിന്റെ സബ് ഹെഡിങ് എ ക്ലൂ, ഒരു സൂചന. വൺ ഡേ ഇൻ എ ബുക്ക് ദേ സോ ദീദീസ് അഡ്രസ് റിട്ടൺ ഓൺ ദ ലാസ്റ്റ് പേജ്. അങ്ങനെ ഒരു ദിവസം ഒരു ബുക്കിന്റെ അവസാനത്തെ പേജിൽ ദീദിയുടെ അഡ്രസ് എഴുതി കണ്ടവര്. ദേ നോട്ടഡ് ഇറ്റ് ഡൗൺ. അത് അവര് കുറിച്ചെടുത്തു. എക്സൈറ്റഡ്ലി ദേ വെന്റ് ഇൻ സെർച്ച് ഓഫ് ഹെർ. വളരെ ആകാംക്ഷയോടുകൂടെ ദീദിനെ തെരഞ്ഞു പോയി. ദേ ക്യാരിഡ് ദ ബുക്സ് വിത്ത് ദം. ദീദി കൊടുത്ത ബുക്സ് ഒക്കെ ഇവര് കൂടെ കരുതി. ബൈ ദെൻ ദ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. ഇപ്പൊ ഇവർക്ക് വായിക്കാനൊക്കെ അറിയാം. അതുകൊണ്ട് ബസ്സിന്റെ നമ്പറും ആ ബസ് എവിടേക്ക് പോകുന്നു എന്നൊക്കെ ഇവർക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ദേ ട്രാവൽഡ് ടു ദീദീസ് പ്ലേസ്. അങ്ങനെ ദീദിയുടെ ആ സ്ഥലത്തേക്ക് ഇവർ യാത്ര ചെയ്തു. ദേ സെർച്ച്ഡ് ഫോർ ഹെർ ഹൗസ് ഫ്രം മോർണിംഗ് ടു ഈവനിങ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ അഡ്രസ്സ് തപ്പി തേടി നടന്നു വരും. ബട്ട് ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടയേർഡ് ആൻഡ് സാഡ് ദേ ഡിസൈഡഡ് ടു റിട്ടേൺ. വളരെ ക്ഷീണിച്ചു അവര്, വളരെ സങ്കടപ്പെട്ടു. എന്നിട്ട് അവര് തിരിച്ചു പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. Just as they were returning, someone saw a red dupatta on a terrace. അങ്ങനെ അവര് തിരിച്ചു പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് അതിലൊരു കുട്ടി ഒരു വീട്ടിന്റെ ടെറസിന്റെ മേലെ ഒരു ചുവന്ന ദുപ്പട്ട കണ്ടു. They ran to that house. ആ വീട്ടിലേക്ക് അവർ ഓടിച്ചെന്നു. There they saw ദീദി lying in the bed. She looked very ill. അവിടെ ദീദി കട്ടുമ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അവര് വളരെ ക്ഷീണിതയായിട്ട് കാണപ്പെട്ടു. ഈ ചിത്രം കണ്ടില്ലേ? കുട്ടികളൊക്കെ നിരാശരായിട്ട് മടങ്ങാൻ പോവാണ്. അപ്പോൾ അതിലൊരു കുട്ടി ഒരു ടെറസിന്റെ മേലെ ചുവന്ന ദുപ്പട്ട തിരുമ്പി ആറിട്ടതായിട്ട് കാണുന്നു. അടുത്ത പാരഗ്രാഫിന്റെ സബ് ഹെഡിങ് ദ മാജിക് ഓഫ് വേർഡ്സ്, അതായത് വാക്കുകളുടെ മാന്ത്രികത. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. അങ്ങനെ ദീദിക്ക് ഈ കുട്ടികളെ കണ്ടതിൽ വളരെ സന്തോഷം തോന്നി, അതേ സമയത്ത് വളരെ ആശ്ചര്യവും തോന്നി. ഷീ സാറ്റ് അപ്പ് ഓൺ ഹെർ ബെഡ് ആൻഡ് സ്മൈൽഡ്. അപ്പോൾ ആ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ആ കിടക്കയിൽ തന്നെ എഴുന്നേറ്റിരുന്ന് വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. ദ ചിൽഡ്രൻ സാറ്റ് അറൌണ്ട് ഹെർ ആൻഡ് റെഡ് സ്റ്റോറീസ് ഫോർ ഹെർ. അങ്ങനെ കുട്ടികളൊക്കെ ആ കട്ടിലിന് ചുറ്റും ഇരുന്ന്
ദീദിക്ക് വേണ്ടി കഥകൾ വായിച്ചു കേൾപ്പിച്ചു. Tears of joy filled Didi's eyes. ഇത് കേട്ടപ്പോ ദീദിക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. She hugged and kissed them. അവരെല്ലാം കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. She promised to meet them next week. അങ്ങനെ ദീദി പറഞ്ഞു, അടുത്ത ആഴ്ച എന്തെന്നാലും ഞാൻ അവിടെ നിങ്ങളെ കാണാൻ വന്നിരിക്കും. The children returned home happily. അങ്ങനെ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ പിരിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോയി. ഇതാ നിങ്ങൾ ചിത്രത്തിൽ കാണാലോ, കുട്ടികളൊക്കെ കട്ടിലിന്റെ സൈഡിലൊക്കെ അവിടെ ചുറ്റും ഇരുന്ന് കഥകളൊക്കെ വായിച്ച് ദീദിനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Now ദീദി comes every day. ഇപ്പൊ ദീദിക്ക് സുഖമായി. എല്ലാ ദിവസവും ദീദി ഈ കുട്ടികളെടുത്ത് വരും. യു ക്യാൻ ഫൈൻഡ് ദം എവറി ഈവനിങ്. എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾക്ക് ഇവരെ കാണാം. യു ക്യാൻ സീ ദം ലാഫിംഗ്. അവരൊക്കെ വളരെ അധികം ചിരിച്ചു സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് കാണാം. യു ക്യാൻ ഹിയർ ദം റീഡിങ്. അവരൊക്കെ ഉറക്കെ വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. യു ക്യാൻ വാച്ച് ദം ഹാവിങ് സോ മച്ച് ഫൺ. അങ്ങനെ ഇവർ ഒത്തൊരുമിച്ചിട്ട് ഈ വായിക്കലും കഥ കേൾക്കലും കഥ പറയലും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. The children, their ദീദി and the books. അങ്ങനെ കുട്ടികൾ, അവരുടെ ദീദി, പിന്നെ പുസ്തകങ്ങളും. രുക്മിണി ബാനർജി എഴുതിയ ഒരു കഥയാണിത്. ദ കളർഫുൾ ട്രഷർ എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് രേഖപ്പെടുത്തണം. എന്റെ ചാനലിന്റെ പേരും അതിലേക്കുള്ള ലിങ്കും ഞാൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്.